അതായത് കോടതി അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ചാടിക്കേറി അതില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് വസ്തു അങ്ങനെ വാങ്ങണോ, അതോ ഭൂമി കൈമാറ്റം എന്ന് പറയുന്നത് ചില്ലറ ഇടപാടുകളല്ലല്ലോ. അപ്പോൾ കോടതി എന്തൊക്കെ പറഞ്ഞാലും വാങ്ങുന്ന ആള് അയാളുടെ സേഫ്റ്റി നോക്കാലോ. രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥര് നിർബന്ധം പറയുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നവരുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ പറയൂ. കാരണം ഹായ്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ വസ്തു കൈമാറ്റം ചെയ്യുന്നതിന് മുന്നാധാരം നിർബന്ധമില്ല എന്നുള്ള ഒരു വിധി വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് കോടതി അങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ചാടിക്കേറി അത് ഇല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് വസ്തു അങ്ങനെ വാങ്ങണോ, അതോ വസ്തു വാങ്ങുന്ന ആള് സ്വയം മുൻകരുതൽ എടുക്കണോ എന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് എന്തായിരുന്നു ആ ഹൈക്കോടതി വിധി എന്നുള്ളത് ആദ്യം തന്നെ ചെറുതായിട്ട് പറഞ്ഞു പോകാം. അതായത് പാലക്കാട് ആലത്തൂര് സ്വദേശികളായിട്ടുള്ള ബാലചന്ദ്രൻ, പ്രേമകുമാരൻ എന്നിവര് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ കൈവശാവകാശം കൈമാറി രജിസ്റ്റർ ചെയ്യാൻ മുന്നാധാരം വേണം എന്ന് അവിടുത്തെ രജിസ്ട്രാർ നിർബന്ധം പിടിച്ചു. അതില്ലാത്തതിന്റെ പേരിൽ രജിസ്ട്രേഷനും അനുവദിച്ചില്ല. ഉടനെ കക്ഷികൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. അപ്പോൾ ഇത്തരം കേസിൽ ഒരു വ്യക്തി അയാളുടെ കൈവശാവകാശം മാത്രമാണ് കൈമാറുന്നതെന്ന് വിലയിരുത്തിക്കൊണ്ട് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ സിംഗിൾ ബെഞ്ച് വസ്തുവിന്റെ കൈവശാവകാശം മറ്റൊരാൾക്ക് കൈമാറി രജിസ്റ്റർ ചെയ്യാൻ മുന്നാധാരം ഹാജരാക്കണമെന്ന് നിർബന്ധമില്ലെന്ന് വിധിക്കുകയും ചെയ്തു. അതാണ് സംഭവം കേട്ടോ. പക്ഷേ ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വാങ്ങുന്ന ആൾ മുന്നാധാരം ചോദിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഭൂമി കൈമാറ്റം എന്ന് പറയുന്നത് ചില്ലറ ഇടപാടുകളല്ലല്ലോ. അപ്പോൾ കോടതി എന്തൊക്കെ പറഞ്ഞാലും വാങ്ങുന്ന ആൾ അയാളുടെ സേഫ്റ്റി നോക്കുമല്ലോ. ഇനി വിൽക്കുന്ന ആൾക്ക് വാങ്ങുന്ന ആളോട് താൻ ഇത് വാങ്ങിയേ മതിയാവൂ എന്നൊന്നും നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനി വാങ്ങുന്ന ആള് മുന്നാധാരം വേണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുമുണ്ട്. അതായത് ഒരു ബാങ്ക് ലോണിന് പോകുമ്പോൾ 99% ബാങ്കുകളും ഇത്ര വർഷം മുൻപ് തൊട്ടുള്ള മുന്നാധാരം നിർബന്ധം പറയാറുണ്ട്. ഇനി ബാങ്ക് ലോൺ വേണ്ടെങ്കിൽ പോലും ഭൂമി, കെട്ടിടം, വഴി എന്നിവയുടെ ഉപയോഗം, ഉടമസ്ഥത, കൂടാതെ വിൽപ്പത്ര നിബന്ധനകൾ തുടങ്ങിയവയുടെ ഒക്കെ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനുള്ള പ്രാഥമിക രേഖയായിട്ട് ചിലർ മുന്നാധാരങ്ങൾ സൂക്ഷിക്കാറുണ്ട്. ഇനി രജിസ്ട്രേഷൻ വകുപ്പിന്റെ പരിധിയിൽ പെടാത്ത വായ്പകൾ, ഭൂപണയം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നറിയണം എന്നുണ്ടെങ്കിലും പ്രാഥമികമായിട്ട് വാങ്ങുന്ന ആൾ ആശ്രയിക്കുന്നത് ഈ മുന്നാധാരങ്ങളെ തന്നെയാ. ഇനി ഈ മുന്നാധാരം രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥര് നിർബന്ധം പറയുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നവരുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ പറയൂ. കാരണം രജിസ്ട്രേഷന് ശേഷം എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാൽ റവന്യൂ വകുപ്പാണ് നടപടികൾ എടുക്കേണ്ടത്. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് പോക്കുവരവ് ചെയ്ത് കരം അടയ്ക്കുന്നതിലൂടെ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ രജിസ്ട്രേഷൻ അധികൃതർക്ക് ബോധ്യമാവും. ഇനി ചില കക്ഷികളാണെങ്കിൽ രജിസ്ട്രേഷന് മുൻപ് തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് തണ്ടപ്പേര് പകർപ്പെടുക്കാറുണ്ട്. കാരണം കൈവശ സർട്ടിഫിക്കറ്റും കരമടച്ച രസീതും ഉണ്ടെങ്കിൽ ഭൂമിയുടെ സ്ഥിതി അറിയാൻ കഴിയും. ഇനി ROR അതായത് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നിയമപ്രകാരം സർവേ നമ്പർ, തണ്ടപ്പേര്, വിസ്തൃതി, ഉടമസ്ഥത, അവകാശം അങ്ങനെ വസ്തുവിന്റെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പദ്ധതി സംസ്ഥാനത്ത് പൂർണ്ണതോതിൽ നടപ്പാക്കുന്നതോടെ ഈ മേഖലയിലെ ഇങ്ങനെയൊരു ആശയക്കുഴപ്പത്തിന് പരിഹാരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബൈ ബൈ.